പോകുന്നു. അതായത് അനുമോദ് കൊല ചെയ്യപ്പെട്ട സുധാകരൻ്റെ മകളോട് സംസാരിച്ചിരുന്നു. അഖിലയുടെ വാക്കുകളിലേക്ക്. നാടിനെ നടുക്കിയ നെന്മാറ ഇരട്ടക്കൊല കേസിലെ വിധി ഇന്ന് പറയുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത് ജഡ്ജിക്ക് സുഖമില്ലാത്തതിനാൽ മാറ്റിവെക്കുകയായിരുന്നു. നമ്മോടൊപ്പം ചേരുന്നത് സുധാകരൻ്റെയും ശ്രീജിയുടെ മകളായ അഖിലയാണ്. മോളെ, ഇന്നിപ്പോൾ വിധി പറയുന്നത് പ്രതീക്ഷിച്ചതാണല്ലോ, പക്ഷേ ജഡ്ജിയുടെ കാരണത്താൽ മാറ്റിവെച്ചു എന്നാണ് പറയുന്നത്. എന്താണ് ഈ കേസിൻ്റെ പ്രതീക്ഷകൾ? അയാൾക്ക് പരമാവധി ശിക്ഷ തന്നെ കിട്ടണം. അമ്മൻ്റെ കേസിൽ അയാൾക്ക് ശിക്ഷ കിട്ടിയത് ഓക്കെയാണ്, അതേപോലെ ഇതിലും ഇതാക്കണം. ഇനി അയാൾക്ക് പരോള് കിട്ടണ്ട എന്നാണ് നമ്മൾ ഇതാക്കണം. ഇനിയും അയാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആരുടെയെങ്കിലും ജീവൻ പോകും. ഇപ്പോൾ എൻ്റെ ആയാലും ചേച്ചിൻ്റെ ആയാലും പോത്തുണ്ടിത്തെ ആരുടെ ആണെങ്കിലും ജീവൻ എന്തായാലും പോകും. അപ്പോൾ അയാൾക്ക് പരോള് കിട്ടണ്ട എന്നാണ് നമ്മൾ ഇതാക്കുന്നത്. പരമാവധി ശിക്ഷ തന്നെ കിട്ടണം. പരമാവധി ശിക്ഷ തന്നെ കിട്ടണം, അതാണ് നമ്മൾ ഇതാക്കുന്നത്. ഭയമുണ്ടോ ശരിക്കും അയാൾ പുറത്തിറങ്ങുന്ന സാഹചര്യമൊക്കെ ഓർക്കുമ്പോൾ തന്നെ? അയാൾ ഇറങ്ങിയാലും ഒരാളുടെ ജീവൻ പോകും. അപ്പോൾ നമ്മൾ ഇപ്പോൾ വെളിയിൽ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ അയാളെ പോലെയുള്ള മുഖസാദൃശ്യമൊക്കെ ഉള്ളവരെ കണ്ടാൽ നമുക്ക് ടെൻഷനാണ്. അയാൾ ഇനി എങ്ങാനും ചാടിയോ എന്നുള്ളത് അപ്പോൾ നല്ല ടെൻഷനൊക്കെ ഉണ്ട്. ഈ വിചാരണയിൽ പലരും കൂറുമാറിയതൊക്കെ ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ? അത് നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അഡ്വക്കേറ്റൊക്കെ വിളിച്ചപ്പോൾ കുഴപ്പമില്ലെന്ന് അറിഞ്ഞു. ഇതിൽ ഒരു മനുഷ്യനും ചെയ്യാത്ത ക്രൂരതയാണല്ലോ ഇതിനെങ്ങനെയാണ് അതിജീവിക്കുന്നത്? ഇപ്പോൾ നമ്മൾ പഠിക്കല്ലേ? ഞാൻ പഠിക്കുക. ചേച്ചിയും അവരൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലാത്ത പോകും. പിന്നെ നെന്മാറയ്ക്ക് പോയിട്ടില്ല? ഇല്ല, പിന്നെ നെന്മാർക്ക് പോയിട്ടില്ല. ഇപ്പം അവിടെ ആരുമേ ഇല്ലല്ലോ. പുഷ്പിച്ച് അയൽവാസിയൊക്കെ പോയില്ല. എല്ലാവരും പോയി. അവരൊക്കെ പേടിച്ചിട്ട് അവരെല്ലാവരും ഒരാളിനെ കാരണം. ശരിക്കും അന്ന് ഒരു ജാഗ്രത പോലീസ് എടുക്കുകയാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കപ്പെടുമായിരുന്നു അല്ലേ? അതെ, ആ സമയത്ത് പോലീസിൻ്റെ എൻ്റെ ഫാമിലി ഇല്ലാണ്ട് ഇപ്പം നമുക്ക് പേരൻസ് എന്ന് പറയാൻ ആരുമില്ല. പോലീസിനോട് ഇയാൾ ഇറങ്ങിയാൽ പേടിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പറഞ്ഞിരുന്നു. ഈ കുടുംബത്തിൽ ഇനിയിപ്പോഴും ഭീഷണി എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു പോലീസിനോട്? നമ്മൾ ഇതാക്കുന്നുണ്ട്. എന്താണ് ഇനി 2 വർഷം കൂടുമ്പോഴും ഇനി പോലീസുകാർക്ക് മാറിക്കഴിഞ്ഞാലും പ്രശ്നം. പരോള് പോലും കിട്ടരുത് അല്ലേ? അതെ, പരോള് പോലും കിട്ടരുത്. ഈ ആദ്യത്തേതിൽ ഇരട്ട ജീവപര്യന്താണ്. ഇതിലും ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടണമെന്നാണോ? വലിയ ശിക്ഷ തന്നെ കിട്ടണം എന്നാണ്. നമുക്ക് കോടതിൻ്റെ മേലെ വിശ്വാസമുണ്ട്. നല്ല ശിക്ഷ തന്നെ അയാൾക്ക് കൊടുക്കുന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് കോടതിയിൽ. പ്രതീക്ഷയുണ്ട്. എന്തായാലും കോടതിയിൽ പ്രതീക്ഷയുണ്ട്. വലിയ ഭയമാണ്. അയാൾ ഒരിക്കലും പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടാവരുതെന്ന് ഈ കുട്ടി പറയുമ്പോൾ അവർ നേരിട്ട ദുരന്തത്തിൻ്റെ ഒരു അനുഭവ സാക്ഷ്യം കൂടിയാണത്. അഖിലോട്ട് പറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.